ഹായ് ഫ്രണ്ട്സ്, അപ്പം എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഈ വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം തികഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനൊരു കാര്യം നടന്ന സ്ഥിതിക്ക് നമ്മളെപ്പോഴും എനിക്കിങ്ങനെ ലൈഫ് കിട്ടിയതും അല്ലെങ്കിൽ ഏട്ടായിക്ക് ഇങ്ങനെ ലൈഫ് കിട്ടിയതിനും നമ്മൾ ദൈവത്തിനോട് തന്നെ എപ്പോഴും നന്ദി പറയണമല്ലോ ആദ്യം. അപ്പം നമ്മൾ ദൈവത്തിനെ കാണാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മൾ അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് പോവാണ്. റെഡിയായി ഇറങ്ങി നമ്മൾ. ഇതാണ് ജാലഹള്ളി മെയിൻ ജംഗ്ഷൻ കേട്ടോ നമ്മുടെ. അപ്പോൾ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി October 25 കേട്ടോ. വ്ളോഗ് ഇപ്പോഴാണ് ഇടാൻ സമയം കിട്ടിയത്. നമ്മൾ അമ്പലത്തിലെത്തി. രജിത ചേച്ചിയുണ്ട്, അവരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. അവരുടെ 10ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ചേച്ചിയുടെ 2 മക്കൾ തക്കുട് താഴെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ അവർ ഏട്ടന്മാർ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏട്ടന്മാർ 2ആളും വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. നമ്മൾ അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കവിടെ വീഡിയോസ് അലൗഡ് അല്ല, എങ്കിലും എടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ ചക്കുളത്ത് കാവിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മളതേ ഒരു ചെറിയൊരു 5 സ്റ്റാർ ടൈപ്പ് തട്ടുകട കണ്ടായിരുന്നു. നമ്മൾ അവിടെ നിർത്തി ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് നേരെ ചക്കുളത്ത് കാവിലേക്ക് വിട്ടു കേട്ടോ. അവിടെ നിന്ന് കുറച്ചും കൂടി ദൂരമുണ്ട്. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. അപ്പോൾ നമ്മളത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയ ഏരിയ ആണ് കേട്ടോ. റോഡും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ റോഡാണ്. പിന്നെ അധികം വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായ ഡ്രൈവിംഗ് പഠിക്കാം ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ. കാണാൻ തന്നെ എന്ത് രസമല്ലേ, മരങ്ങളും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഫോട്ടോഷൂട്ടും അല്ലെങ്കിൽ റീൽസിനൊക്കെ നല്ലൊരു ഏരിയയാണ് കേട്ടോ. ഈ ഭാഗത്ത് അധികം വീടുകളൊന്നും ആയിട്ടില്ല കേട്ടോ. കുറച്ച് വിരലിലെണ്ണാവുന്ന വീടുകൾ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ ഡ്രൈവിന് ശേഷം ഒരു 10-15 മിനിറ്റ് അയ്യപ്പൻ്റെ ജാലഹള്ളി അമ്പലത്തിൽ നിന്ന് ഇവിടേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചക്കുളത്ത് കാവിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ അധികവും ആളുകൾ കുറവായിരിക്കും കേട്ടോ ഈ ഏരിയയിൽ. ഇവിടുത്തെ പൊങ്കാല സമയത്ത് മാത്രം നല്ല തിരക്കുണ്ടാകും. അല്ലാത്ത ദിവസങ്ങളിൽ വളരെ കുറവായിരിക്കും തിരക്ക്. അധികം ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചേച്ചിയുടെ മോൻ പാച്ചുതേ ഓട്ടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. അങ്ങനെ നമ്മൾ അകത്ത് കയറി ദേവിയെ തൊഴുതു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. നമ്മൾ വേറൊരു ഏരിയയിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. നമ്മൾ മെയിൻ റോഡ് വഴിയല്ല, ശരിക്കും പച്ചപ്പ് നിറഞ്ഞ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. നമ്മൾ പെട്ടെന്ന് എത്താൻ വേണ്ടി ഈ വഴി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വീടെത്തി. പിന്നെ വീണ്ടും നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി, ലഞ്ചും പുറത്തുനിന്നായിരുന്നു കേട്ടോ. ഒന്ന് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തെന്ന് കുറച്ച് നേരം കിടന്നൊക്കെ ചെയ്തു. പിന്നെ നമ്മളൊരു 1 മണിയാകുമ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി, ഏട്ടയ്ക്ക് വർക്കുള്ളതുകൊണ്ട് തന്നെ വേഗം പോകാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഓർഡർ ചെയ്തത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വരാം. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ജ്യൂസ് കുടിക്കാൻ കയറി. നല്ല ഹെവി ആയില്ല, അപ്പോൾ ഒരു ലൈം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കയറി. കുട്ടികൾക്കൊക്കെ വാട്ടർമെലൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളോരോ ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 4th ഇയർ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയാൻ. അപ്പോൾ ഇനി അടുത്ത വർഷം ഇതിൽ നന്നായി ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.